ഹലോ, അസ്സലാമു അലൈക്കും. ഉച്ചക്ക് എന്താണ് ഉപ്പേരി വെക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ അന്നപ്പം മുതിര കണ്ടപ്പോൾ ഞാൻ എന്ത് കാട്ടി കുറച്ച് മുതിര എടുത്തിട്ട് വറുത്തിട്ട് എന്ത് കാട്ടി വെള്ളത്തിലിട്ട് വെച്ച് എന്തെന്നറിയാം, എൻ്റെ വളപ്പിലെന്തായാലും ഒരു പ്ലാവുണ്ട്. വെള്ളത്തിലിട്ട് കുതിരുമ്പോഴത്തേന് ഉച്ചക്ക പൊടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ വളപ്പ് പോയി തോട്ടിയൊക്കെ എടുത്തിട്ട് ഇടിച്ചൊക്കെ താഴത്ത് നിൽക്കുന്നുണ്ട്, ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇടിച്ച് വെക്കണതാണ്. മുതിരട്ട് വെക്കണമെങ്കിൽ കുറച്ച് വലിപ്പം വേണം. അപ്പോൾ എന്ത് കാട്ടിയാൽ മുകളിലേക്ക് നോക്കുമ്പോൾ ഉണ്ട് നല്ല പാകത്തിന് മുതിരട്ട് വെക്കണ പാകത്തിനുള്ള ഇടിച്ചൊക്കെ നിൽക്കണം. അപ്പോൾ ഞാനെന്ത് കാട്ടി തോട്ടിയും കൊണ്ട് അതൊന്ന് പൊട്ടിച്ചു വിട്ടാ. പൊട്ടിക്കാൻ ഇടങ്ങാറാണ്. കാരണം എന്താ വെച്ചാൽ വേറെ ആരുമില്ല, ഞാൻ തന്നെ ഒരു കയ്യിൽ വീഡിയോ എടുക്കുന്നുണ്ട്, ഒരു കൈയിട്ട് പൊട്ടിക്കണുണ്ട്. അങ്ങനെ പറ്റുള്ളൂ, അല്ലാതെ വേറെ ആരുമില്ല. അങ്ങനെ ഞാൻ ഇടിച്ചൊക്കെ പൊട്ടിച്ച് വലിയ ചക്ക തന്നെ ഇരുന്നു കേട്ടോ. അപ്പം ഞാനെന്ത് കട്ടി അതിൻ്റെ ഒരു പകുതി അപ്പുറത്തെ വീട്ടിലേക്ക് കൊടുത്തു, എൻ്റെ തൊട്ടടുത്ത വീട്ടിലേക്ക്. ബാക്കി പകുതിയെ ഞാൻ എടുത്തോളൂ. പകുതി എന്ത് കാട്ടി നിന്നിട്ട് അതിൻ്റെ കരുകളൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അതിൻ്റെ ഞാൻ കൂനൊന്നും കളയുന്നില്ല കേട്ടോ. കാരണം ചക്കയുടെ കൂനൊക്കെ നല്ലതല്ല, ചിലവർ കൂനൊക്കെ കളയും. ഞാൻ കൂനൊന്നും കളയില്ല, അതൊക്കെ എടുത്തിട്ട് ഉപ്പേരി വെക്കും. കാരണം അത് മൂത്തിട്ടൊന്നും ഉണ്ടാവില്ല, അപ്പം നല്ലതാണ്. അങ്ങനെ ചെറുതായിട്ട് നൈസായിട്ട് അരിയണമെന്നുള്ളൂ. മറ്റത് ഇടിച്ച് വെക്കണതല്ല, ഇത് ഇടിച്ചൊക്കെ പ്രായം കഴിഞ്ഞിരിക്കുന്നു. കണ്ട ചോളം അങ്ങനെ ചെറുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇടിച്ച് വെക്കണ പ്രായം കഴിഞ്ഞു. എന്നിട്ട് എന്ത് കാട്ടി അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ എന്താ പറയുക വേഗം കറക്കും. ഇടിച്ചൊക്കെ കാണാൻ ചുവപ്പ് കളറാവണ്. അപ്പോൾ എന്ത് കാട്ടി ഇടിച്ചൊക്കെ വെള്ളത്തിലിട്ട് അതൊരു കുക്കറിലിട്ടിട്ട് അതിലേക്ക് പിന്നെ ചീനമുളക് തൊടിയിൽ നിന്ന് പൊട്ടിച്ചിട്ട് വന്നിട്ട് 5-6 ചീനമുളകും ചതച്ചതിലേക്ക് ഇട്ടിട്ട് കുക്കറിൽ തന്നെ വേവിച്ചു. ആദ്യം മുതിര വേവിച്ചു, കാരണം മുതിരയും ഇടിച്ചക്കും കൂടി ഇട്ടാൽ ചിലപ്പോൾ ഇടിച്ചക്ക അങ്ങനെ വെന്ത് പോവും, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ മുതിര പാകത്തിന് വെന്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് ഇടിച്ചക്ക ഇട്ടാൽ കുഴപ്പമില്ല. അങ്ങനെ ഇടിച്ചക്ക അതിലേക്ക് ഇട്ടിട്ട് കാട്ടി വേഗം പോകണ ഇടിച്ചക്ക തന്നെ ഇട്ടാൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അത് അടുപ്പത്ത് വെച്ചില്ലേ കുറച്ച് ഉപ്പും പിന്നെ കരിവേപ്പില എനിക്ക് എല്ലാറ്റിനും ഇഷ്ടമാണ്. കാരണം ആ കരിവേപ്പിലയുടെ മണം ഒരു പ്രത്യേക ടേസ്റ്റാണ് കറിക്ക്. അപ്പോൾ കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് തട്ടി അടുപ്പത്ത് വെച്ച് നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ട്. കാരണം എന്താ വെച്ചാൽ വേഗം വേവുണ്ട് ഇടിച്ചക്ക. എല്ലാം കുക്കറിലിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, മാവ് പോലെ ആവും. അപ്പോൾ എന്ത് കാട്ടി കുറച്ച് വെന്തെന്ന് കണ്ടപ്പോൾ കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളി തോനിടണം കേട്ടോ, അധികം ഇടണം. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും അങ്ങനെ അമ്മിയിൽ തന്നെ ചതച്ച് ചതക്കണായിട്ടുണ്ട്. അതിലിട്ട് പിടിച്ചിട്ട് പിന്നെ അത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് കരിവേപ്പിലയും കടുകൊക്കെ പൊട്ടിച്ച് അതിലേക്ക് ഇട്ടിട്ടോ. എന്നിട്ട് നല്ലതുപോലെ വഴറ്റണം. ഇട്ടതിന് ശേഷം വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാറ്. ഇവിടെ ഞങ്ങളെ വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഓയിലൊന്നും മേടിക്കാറില്ല, വെറും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാറ്. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ മുളക് പൊടിച്ചതുണ്ടായിരുന്നു, ക്രഷ് ചെയ്ത മുളക് പൊടി പൊടിച്ച് വെച്ചിരിക്കുക. അതിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി എന്തിനാണെന്ന് അറിയാം, മറ്റേ വെള്ള കളർ വരുള്ളൂ. മഞ്ഞളിട്ടാൽ ആ മഞ്ഞളിൻ്റെയും കൂടി നല്ല ഗോൾഡൻ കളറാവില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇടുന്നത്. ഉള്ളിയും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ നല്ല മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഈ ഇടിച്ചക്ക വേവിച്ചത് ഇട്ടുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് 2-3 മിനിറ്റ് അടച്ച് വെക്കണം കേട്ടോ. അടച്ച് വെച്ചാലാണ് ആ വെളിച്ചെണ്ണ കയ്യിൽ പിടിക്കുകയുള്ളൂ. പിന്നെ തുറന്ന് വെച്ചാൽ നല്ല മണം കേട്ടോ. അത് നല്ല വെളുത്തുള്ളിയുടെയും കരിവേപ്പിലയുടെ ഒക്കെ മണം നല്ല ടേസ്റ്റാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ.